എല്ലാവർക്കും നമസ്കാരം. ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം. പാടൂരിൽ നിന്നാണ് പിന്നെ ഇത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നെറ്റ് ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു, കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യണം. താങ്ക് യു. ഓക്കെ ഓക്കെ. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രഭാത സത്സംഗത്തിലേക്ക് കിടക്കാം. നമുക്ക് താഴെയിരിക്കാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം.
അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം.
വർഗീസേട്ടാ വല്ലതും കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ല. ഇവിടെ കട്ടാണ്. ഓക്കെ ഓക്കെ. ആ, എനിക്കും കട്ടി. അത് ആരും ഒന്നും സന്തോഷ് മിണ്ടാത്തോണ്ട് അല്ലല്ല, സന്തോഷിന്റെ പിന്നെ അവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു വെച്ചാൽ അത് ശരിയാകാന്ന് വിചാരിച്ചു. അതെ അതെ അതെ. ഓക്കെ. വർഗീസേട്ടൻ അവിടുന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഏട്ടൻ ഇത് ഓൺ ചെയ്തിട്ട് പുഴയിലേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഷെയറിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വർഗീസേട്ടന് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യും. നോക്കട്ടെ. ഓൺലൈൻ ലിങ്ക് കൊടുത്താലും മതി. ഓക്കെ.
കുറെ നേരമായിട്ട്. ഇപ്പോഴോ? നോക്കട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഏട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയറിങ് നിർത്തണോ? നിർത്തിയേക്കൂ. ഓക്കെ. ഇതെന്ത് പറ്റി ഇങ്ങനെ? എവിടുന്നും വരാത്തത്? സൂമിന്റെ കുഴപ്പമാണോ? അവിടെ ഒന്നും കേൾക്കുന്നില്ലേ? ഞാനിപ്പോ ഷെയർ ചെയ്യാം. ഞാനത് നിർത്തി. ആദർശ ആദ്യമായിട്ട് വന്ന ദിവസമാണ് യോഗ. കാണുന്നുണ്ടോ? എവിടെ മുതലാണ് വേണ്ടത്? ബന്ധുത്വ മനത്തിന്റെ പാതിയായി. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ
നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം.
വർഗീസേട്ടൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞത് അവിടെ പവർ പോയി. അപ്പൊ ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് പോവാന്നാ പറഞ്ഞ. ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഈ സുഭാഷിതത്തിലോട്ട് പോകാൻ മറ്റേത് നിർത്തി. ഓക്കെ ചേട്ടാ, ശരി. അപ്പോ ഞാൻ ക്ഷമാപണം പറയുകയാണോ വേണ്ടത്, അതോ തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് നീങ്ങുകയാണോ വേണ്ടതെന്നുള്ളത് എനിക്കറിയുന്നില്ല. ആദ്യം മൊബൈലിന് കംപ്ലൈന്റ് വന്നു, പിന്നെ ഇന്റർനെറ്റിന് കംപ്ലൈന്റ് വന്നു, പിന്നെ കമ്പ്യൂട്ടറിന് കംപ്ലൈന്റ് വന്നു. അതിനുശേഷം ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോൾ പവർ സപ്ലൈ ടോട്ടലി പോയി. ഒരിക്കലും പോവാത്ത പവർ സപ്ലൈ ആണ് പോയത്. ഇപ്പോ എന്തോ ഒരു നല്ല സൂചനയാണിത്. എന്തായാലും രസകരമായിട്ട് എടുക്കാം, നല്ലൊരു സംജ്ഞയായിട്ട് അതിനെ എടുക്കാം, നമ്മളൊരു സന്ദേശമായിട്ട് അത് എടുക്കണം. പ്രകൃതി നമ്മളോട് എന്തോ പറയുന്നുണ്ട്, അതെടുത്താൽ മതി. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇന്നത്തെ വിഷയം രസകരമായൊരു വിഷയമാണ്. ഇന്നത്തെ അനുഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തതാണ്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിലെ തേങ്ങ വീഴുകയുള്ളൂ. ചിത്രം കാണിക്കാൻ എനിക്ക് നിവൃത്തിയില്ല തൽക്കാലം. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ സന്ദേശം. നമുക്കറിയാം, ഈ ചില പട്ടികൾ ഊരിയിടുന്നത് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് അതിൻ്റെ എന്തോ തരത്തിലുള്ള മാനസിക
പിരിമുറുക്കമോ ഫ്രസ്ട്രേഷനോ ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി അതിങ്ങനെ കിടന്ന് ഓളിയിടും. അപ്പോ ഈ ഓളിയിടുന്നതിന് കാരണം അറിയില്ല. അപ്പൊ ഇങ്ങനെ ഓളിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കേട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഭയങ്കര സഹ്യതയാണ്. അവിടെ ചിലർ പറയും പോപട്ടി, അത് കാലന്റെ വരവാണ്. ചിലർ കല്ലെടുത്തെറിയും, ചിലർ വടികൊണ്ടടിക്കും. സത്യത്തിൽ ആ പട്ടി മര്യാദയ്ക്ക് ഒരിടത്ത് കിടക്കുകയാണെങ്കിൽ ഒരു ശല്യം ഇല്ലാതെ കിടക്കും. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പട്ടി ഓളിയിട്ടിട്ട് ഈ അടിയും എറിയലും ഒക്കെ അങ്ങ് സ്വീകരിക്കും, അതിനെ ആകർഷിക്കും. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിന്റെ ദൃഷ്ടാന്താണിത്. ഇത് വളരെ ചെറിയ രസകരമായ ഒരു ഉദാഹരണമാണെങ്കിൽ പോലും പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണിത്. അതായത് ഞാൻ പ്രതിസന്ധിയിലാണെന്ന്, എന്റെ പ്രതിസന്ധികളിലേക്ക് മറ്റു പലതും വന്നു ചേരുന്നു, എനിക്കിതിനെ മറികടക്കാൻ കഴിയില്ല എന്നും ഒക്കെ കരുതി വ്യാകുലതകള് കൈകാര്യം ചെയ്യുന്ന, വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വ്യാകുലതകളെ മറ്റുള്ളവരോട് പറയുന്ന, വ്യാകുലതകളെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അവസ്ഥ ഈ പട്ടിയുടേതാണ്. സത്യത്തിൽ പ്രകൃതി എല്ലാത്തിനെയും സ്വാഭാവികമായിട്ടാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോ നമുക്ക് ഇത്രയേറെ ഡിഫിക്കൽറ്റീസ് ഉണ്ടായി, നമ്മുടെ ഈ പ്രക്ഷേപണത്തിൽ ഇത്രയേറെ ഡിഫിക്കൽറ്റീസ് ഉണ്ടായി. എന്നിട്ടും നാം എല്ലാം അതിനെ രസകരമായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇത് ഒരുപക്ഷെ ഈ വിധത്തിൽ ബ്ലോക്ക് ആവുന്നത് ആദ്യമായിട്ടായിരിക്കും. ഈ 620 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരുന്ന യാത്രയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. എല്ലാം വരിവരിയായിട്ട് ഒന്നിനു ശേഷം ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതൊരു സന്ദേശമായിട്ട് എടുക്കാതെ നമ്മളതൊരു വ്യാകുലതയായിട്ട് എടുത്താൽ എങ്ങനെയുണ്ടാകും? അടുത്ത ചുവട് പ്രകൃതി നമ്മുടെ മുന്നിൽ ഇട്ട് തരും. നമുക്ക് അടുത്ത വ്യാകുലതയ്ക്കുള്ള ഒരു ടൂള് കൂടെ ഇങ്ങോട്ട് കിട്ടും. നാം ഏത് തരം വികാരമാണോ കൈവശം വയ്ക്കുന്നത്, ആ കൈവശം വയ്ക്കുന്ന വികാരമാണ് പ്രകൃതിക്ക് മനസ്സിലാവുക നമ്മുടെ സ്വത്വമായി. നമ്മുടെ സ്വത്വം ഈ വികാരത്തിന്റെ പ്രതിഫലനമായിട്ടോ ആൾരൂപമായിട്ടോ ആണ് പ്രകൃതി കണ്ടെത്തുക. ആ കണ്ടെത്തുന്ന ആൾരൂപത്തിനെ പോഷിപ്പിക്കാനായിട്ട്, കാരണം ഞാൻ എൻ്റെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വികാരത്തിന്റെ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിന്റെ ആൾരൂപമായിട്ട് പ്രകൃതി അതിനെ കണ്ടെത്തിയിട്ട് ഇതിനെ പോഷിപ്പിക്കാനായിട്ട് തുടർന്നുള്ള വ്യാകുലതയ്ക്കുള്ള മരുന്നുകൾ, ഘടകങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ആകുലപ്പെടുന്നു, നമ്മൾ എത്രത്തോളം ഈ ഉള്ള വ്യാകുലതയെ പ്രക്ഷേപണം ചെയ്യുന്നുവോ അതിന്റെ തോതനുസരിച്ച് നമ്മിലേക്ക് വന്നു ചേരുന്ന ആകുലതയ്ക്കുള്ള കാരണങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ ആകുലപ്പെടുമ്പോഴാണ് ഇത് വരുന്നത്, നമ്മിലേക്കാണ് ഇത് ആകർഷിക്കപ്പെടുന്നത്. ഏത് തരം സാഹചര്യമാണെങ്കിലും പ്രകൃതിയുടെ ഒരു അവയവമായ നാം അത് എന്നെ കൊണ്ട് പ്രകൃതി ചെയ്യിക്കുന്നതാണെന്നും എന്നെ പക്വപ്പെടുത്താൻ വേണ്ടി പ്രകൃതി ഒരുക്കിയിട്ടുള്ളതാണെന്നും കരുതി നാം അത് സ്വീകരിച്ചാൽ, ആ സ്വീകരിക്കുന്നതോടുകൂടി ഇത് നമ്മിലൂടെ കടന്നു പോകും. അതിനെയാണ് കടത്തിവിടുന്നതിനെയാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ലെറ്റ് ഗോ, കടക്കാൻ അനുവദിക്കുക. നമ്മൾ ഫ്ലോ പാറ്റേൺ പഠിച്ചിട്ടുണ്ട്. ഫ്ലോ പാറ്റേൺ എന്ന് വെച്ചാൽ ഒഴുക്കായ വിന്യാസം. നമ്മുടെ ചുറ്റുമുള്ള, നാം എന്ന വ്യവസ്ഥയ്ക്ക് ചുറ്റുമുള്ള വ്യവസ്ഥകൾ നമുക്കകത്തുകൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് പ്രാകൃതിക നിയമമാണ്. അതിനെ നാം വിസമ്മതിച്ചാലോ, ആ കടന്നുപോക്കിനെ നാം വിരോധിച്ചാലോ സ്വാഭാവികമായിട്ടും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അത് ഒരുപാട് കർഷണങ്ങൾക്ക് കാരണമാകും, ദുരിതങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണമാകും. അപ്പോ അവയെ കടത്തിവിടുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. പ്രകൃതിയുടെ അവയവമായിട്ടുള്ള നമ്മൾ ആ അവയവമെന്ന അവസ്ഥയിൽ അതിനോട്, ഉപരിവ്യവസ്ഥയോട്, പ്രകൃതിയോട് വിധേയത്വം കാണിക്കേണ്ടതുണ്ട്, ആദരവ് കാണിക്കേണ്ടതുണ്ട്. അത് തരുന്ന ശിക്ഷണമോ ശിക്ഷയോ എന്തോ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ, ശിക്ഷയും ശിക്ഷണവും. ശിക്ഷണമാണ്, ശിക്ഷ എന്ന പേരിൽ നമുക്ക് തോന്നുന്നത് ശിക്ഷണമാണ്. ഈ ശിക്ഷണം എന്നാൽ നമ്മളെ പരിപക്വപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെ കടന്നു പോകുക, അതിനെ കടത്തിവിടുക, ആ സാഹചര്യത്തെ കടത്തിവിടുക. അതിനോട് വ്യാകുലപ്പെടാതെ, അതിനോട് വിമുഖത പ്രകടിപ്പിക്കാതെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കടത്തിവിടുക. കടത്തിവിട്ടാൽ ലെറ്റ് ഗോ എന്നുള്ള പദത്തിന്റെ പുറകിലുള്ള നിഴലായിട്ട് നാം വായിക്കുന്ന സന്ദേശം ലെറ്റ് ഗോഡ് എന്നാണ്. ലെറ്റ് ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തെ അനുവദിക്കുക.
എന്നുവെച്ചാൽ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ ദൈവത്തെ അനുവദിക്കുക. കാരണം ദൈവമാണ് ഇത് ചെയ്യുന്നത്. ദൈവം എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ഭാഷ്യത്തിൽ പ്രകൃതിയാണ് ഇത് ചെയ്യുന്നത്, ഉപരിവ്യവസ്ഥയാണ് ഇത് ചെയ്യുന്നത്. ഉപരിവ്യവസ്ഥ ചെയ്യുന്ന ആ ഒരു ഒഴുക്കില് നമ്മൾ അതിനെ പോകാൻ അനുവദിച്ചാൽ അതങ്ങ് കടന്നു പൊക്കോളും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഡിഫിക്കൽട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് കടന്നു പോകുന്ന സമയത്ത് ചെറിയ പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തന്ന പക്വത, എത്രത്തോളമാണ്? ആ പക്വതയിലേക്ക് എത്തിക്കാനാണ് പ്രകൃതി നമ്മെ അവിടെ കൊണ്ടെത്തിച്ചത് എന്ന് കരുതിയാൽ, അതിനെ സ്വീകരിച്ചാൽ, അതിനെ കടത്തിവിട്ടാൽ, അതോടുകൂടി നാം ആ ഘട്ടം കഴിഞ്ഞവരാകും. നമ്മുടെ പക്വപ്പെടലിന്റെ ഒരു ഘട്ടം, ഒരു ചുവട് മുൻപോട്ട് വെച്ചവരാണ്. അതിനും സാധിക്കാതെ വന്നാലും, അതിന് പകരം നമ്മൾ വ്യാകുലപ്പെട്ടാലും, എന്താണോ നാം വ്യാകുലപ്പെടുന്നത്, എന്തിനെ കുറിച്ചാണോ നാം വ്യാകുലപ്പെടുന്നത്, എന്തിനോടാണോ നാം പ്രതികരിക്കുന്നത്, ആ പ്രതികരിക്കുന്നത് ശക്തിപ്പെടുകയും അത് നമ്മിലേക്ക് ഉയർന്ന ആവേഗത്തോടു കൂടി വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മോങ്ങാനിരിക്കുന്ന പട്ടിയാകാതിരിക്കുക. നാം കരച്ചിലിനുള്ള കാരണത്തെ ആകർഷിക്കാതിരിക്കുക. പകരം നമുക്ക് ഏതനുഭവം വന്നാലും പ്രകൃതി നമുക്ക് നൽകുന്ന പാഠമാണെന്നും പരിശീലനമാണെന്നും ശിക്ഷണമാണെന്നും മനസ്സിലാക്കി അതിനെ സ്വീകരിച്ച് കടത്തിവിടുക. തുടർന്നുള്ളത് പ്രകൃതി തന്നെയാണ് നിർവഹിക്കുക. നാം അവിടെ സാക്ഷിയായാൽ മതി. അങ്ങനെ ആയിരിക്കാൻ ഈ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ക്രിയാത്മക അവിടുന്ന് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ വർഗീസ് ചേട്ടാ? ക്രിയാത്മക ധ്യാനം പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? പരീക്ഷേട്ടൻ മ്യൂട്ടാണ്. പരീക്ഷേട്ടൻ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാണ്. എന്റെ മുഖചിത്രം ഓഷോ ആണല്ലോ. സന്തോഷം, അതും സന്തോഷം. കേൾക്കാവോ? ഇല്ല, ഓഡിയോ ഇല്ലേ? ഇല്ല, ഓഡിയോ വന്നിട്ടില്ല. ഓഡിയോ മറ്റേ ഷെയർ ഓഡിയോ കൊടുത്തിട്ടുണ്ടാവില്ല. ഷെയർ ഓഡിയോ അത് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കും. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ കൊടുക്കും. ഓക്കെ, ഷെയർ സ്ക്രീൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് രസകരമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി പരിപാടി.
ഷെയർ ഓഡിയോ എവിടെയാ വരുന്നത്? ലെഫ്റ്റ് സൈഡ് താഴെ ആ വിൻഡോ എടുത്തു കഴിയുമ്പോൾ ഷെയർ ചെയ്യാനുള്ള വിൻഡോ. ഷെയർ സൗണ്ട്. ഓക്കെ. നമുക്ക് ഒരിടത്ത് സ്വസ്ഥമായിരിക്കാം. കിട്ടുന്നുണ്ടോ? ആദ്യമേ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. വരുന്നുണ്ടോ? വിശ്രാന്തി എന്നാൽ അയവ് ഉണ്ട് ചേട്ടാ, എന്നർത്ഥം, വരുന്നുണ്ട്. ഓക്കെ. റിലാക്സേഷൻ എന്നർത്ഥം. വിശ്രാന്തി എന്ന് പറയുമ്പോഴൊക്കെ ശരീരവും മനസ്സും അയയുന്നതായി അനുഭവമാകുക. വിശ്രാന്തിയിലൂടെ നാം ചെന്നെത്തുന്ന ഇടമാണ് ക്രിയാത്മകത. അത് അനുഭവമാകാനാണ് ക്രിയാത്മക ധ്യാനം. ഇനി നട്ടെല്ലു നിവർന്നിരിക്കാം, കണ്ണുകളടയ്ക്കാം, പതിയെ ശ്വാസം ഉള്ളിലേക്കെടുക്കാം. 1, 2, 3. വിശ്രാന്തി എന്ന് മന്ത്രിച്ചുകൊണ്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കാം. വിശ്രാന്തി, 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 വിശ്രാന്തി. പ്രകൃതിയാകുന്ന മഹാഗർഭപാത്രത്തിനകത്ത് സുഖമായും സുരക്ഷിതമായും ഓടി നടക്കുന്ന കുഞ്ഞായി നമുക്ക് മാറാം. നാം നിലകൊള്ളുന്ന പ്രകൃതിയാകുന്ന മഹാഗർഭത്തെ മനസ്സിലൊരു ചിത്രമായി ഭാവന ചെയ്യാം. ഇവിടെ നിന്നും താഴേക്ക് കുറച്ചു പടവുകൾ കാണാം. അത് വിശ്രാന്തിയുടെ പടവുകളാണ്. അതിലൂടെ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകാം. ഓരോ പടവിലും നമുക്ക് വിശ്രാന്തി, വിശ്രാന്തി എന്ന് മന്ത്രിക്കാം. വിശ്രാന്തി, വിശ്രാന്തി. ആഴത്തിലേക്ക്, ആഴത്തിലേക്ക്. വിശ്രാന്തിയുടെ ആഴത്തിൽ നാം നമ്മിലെ സർഗശേഷിയുടെ, നമ്മുടെ ക്രിയാത്മകതയുടെ വാതിലിലെത്തുകയാണ്. ഇവിടെ നമുക്ക് മുന്നിൽ സർഗതയുടെ വാതിൽ തുറക്കുകയാണ്. ജീവിതത്തിൽ നാം ചെന്നെത്താൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ആ സ്വർഗത്തിൽ എത്തിയതായി അറിയുക. വിശ്രാന്തി, വിശ്രാന്തി. ഈ സ്വർഗത്തിലെ ഇളം കാറ്റിന്റെ മർമ്മരം നാം കേൾക്കുന്നു. അത് നമ്മെ തലോടി കടന്നു പോകുന്നു. ഈ സ്വർഗത്തിലുള്ള ആ ഗന്ധം നാം അറിയുന്നു. നേരായും നാം അതറിയുന്നു. ഈ സ്വർഗത്തിലെ രസം
നാവിൽ നിറയുന്നു. നമ്മിൽ ഉമിനീര് നിറയുന്നു. ഈ സ്വർഗത്തിലെ വർണ്ണക്കാഴ്ചകളെല്ലാം നാം കാണുന്നു. ഇവിടെ നാം ആഗ്രഹിച്ചതെല്ലാം തെളിഞ്ഞു വരുന്നു. നമ്മുടെ സ്വപ്നത്തിലെ എല്ലാം തെളിഞ്ഞു വരുന്നു. നമ്മുടെ വാസനകൾ എല്ലാം ഉണർന്നുണർന്നു വരുന്നു. നമ്മിലെ സർഗാത്മകത വിരിഞ്ഞു വരുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. നമ്മുടെ ജീവിതധർമ്മം തെളിഞ്ഞു വരുന്നു. നമ്മുടെ വാസനകളെല്ലാം ഉണർന്നു വരുന്നു. നമ്മിലെ സർഗാത്മകത വിരിഞ്ഞു വരുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. നാം വിശ്രാന്തിയിലാകുന്നു. വിശ്രാന്തിയിലാകുന്നു. തിരികെ വരാം. കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണും മുഖവും ശിരസും തടവി ശരീരം വഴി പാദം വരെ കൊണ്ടുപോകുക. പതുക്കെ കണ്ണുകൾ തുറക്കുക.
തിരികെ വരാം, നിരൂപണങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദർശനോടാണ് ഞാൻ ആദ്യം ചോദിക്കേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ കൃഷ്ണകുമാരേട്ടനെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാൻ പറ്റും, ആദർശനൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്. കൃഷ്ണകുമാരേട്ട. നമസ്കാരം. വളരെ പ്രാധാന്യമേറിയതും അർത്ഥവത്തായതുമായ ഒരു വിഷയമായിരുന്നു ഇന്നത്തെ സുഭാഷിതത്തിൽ പ്രസന്റ് ചെയ്തത്. നേരത്തെയുള്ള സഹവാസത്തിൽ ഞാൻ ഇക്കോ വില്ലേജിൽ വരുമ്പോൾ പല അമ്മമാരും അവരുടെ പരിദേവനങ്ങളും മറ്റും വിളമ്പുമ്പോൾ സന്തോഷിന്റെ ഇടപെടലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് വളരെ നല്ലൊരു ഇതാണ്. ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ വിശദീകരണം വളരെ നന്നായി, വളരെ ആപ്റ്റാണ്. വളരെ വേഗം അത് മനസ്സിലേക്ക് തറഞ്ഞു കയറുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചു. ധ്യാനവും വളരെ നന്നായി ചെയ്യാൻ പറ്റി. നന്ദി, നമസ്കാരം. ഓക്കെ, ആദർശ് മുഖം ഒന്ന് കാണിക്കണേ. നമ്മളിത് ഒരു ക്ലോസ്ഡ് പ്രോഗ്രാം ആണ്. ഇവിടെ ബന്ധുക്കളെ മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി പറഞ്ഞു. ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ആണിത്. എനിക്ക് എക്സ്പീരിയൻസ് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് കൊള്ളാം അത്രേ ആയിട്ടുള്ളൂ. ഞാൻ വരും സെഷൻസ് കണ്ട് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് പറയാനൊക്കത്തുള്ളൂ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ധ്യാനമെല്ലാം നന്നായിരുന്നു. ധ്യാനമെല്ലാം ഞാൻ കറക്റ്റ് രീതിയിലൊക്കെ ചെയ്തു. പിന്നെ സാറ് ആദ്യം പറഞ്ഞ കാര്യങ്ങളും എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അത് കറക്റ്റ് എങ്ങനെ പറയണമെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും വരവ് ഗംഭീരായി. അതെ, പവറും പോയി. അത് കേട്ടപ്പോ ഫ്യൂസ് അടിച്ചു അതൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ നല്ല തുടക്കമായിട്ടുണ്ട്. എന്റെ വരവ് തന്നെ ഗംഭീരായിട്ടുണ്ട്. അതെ അതെ അതെ, നമുക്ക് സംസാരിക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശിവ. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാന് കുറച്ച് ലേറ്റായി. അപ്പൊ ഞാന് തുടങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചു. ഞാന് അതിങ്ങനെ ആലോചിച്ചിട്ടേ വരായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്തപ്പോ അപ്പോഴാണ് കുറച്ച് ലേറ്റായി ഇവര് പറഞ്ഞത്. അപ്പൊ കേട്ടത് മുതൽ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ മാത്രമാണ് നമുക്ക് അടുത്തത് നെക്സ്റ്റ് ഇതിലേക്ക് അത് കൂടുതൽ പ്രശ്നമില്ലാതെ നമുക്കത് കടത്തിവിടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആകുലതായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും റിപ്പീറ്റ് ആകുക, അല്ലെങ്കിൽ അത് നമ്മുടെ ആ ഫീല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയോടുള്ള സംവദിക്കുകയാണ്. വാട്ട് യു ഫീൽ, അതാണ് നമുക്ക് എപ്പോഴും അട്രാക്ട് ആവുകയും ചെയ്യാം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കളിക്കാൻ പോകും കൂട്ടുകാരനോട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഞാൻ ഒരിക്കലും അതിന് ഭയങ്കര ഞാൻ സെൽഫിഷ് എന്ന് തന്നെ പറയാം. ഞാൻ എത്ര ഇതാണെങ്കിലും ആ മൈൻഡിനെ ഞാൻ ചെറുതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ നിൽക്കില്ല. ഞാൻ പെട്ടെന്ന് ഞാൻ കൺവേർട്ട് ചെയ്ത് ഒന്നുകൂടി ട്രാവൽ ചെയ്യും, ട്രക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ പെട്ടെന്ന് മൊത്തം ക്ലിയർ ആക്കിയിട്ട് ഞാൻ കയറും. എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് കാരണം ഭയങ്കര പെയിൻഫുൾ ആണ്. എനിക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിന് നിന്ന് കൊടുക്കാറില്ല. അപ്പോ ഇപ്പൊ അന്നത്തെ കേട്ടപ്പോ ആ ഒരു പ്രകൃതിയായിട്ടുള്ള ആ ഒരു നമുക്ക് തരുന്നത്, നമുക്ക് എന്താണോ ആഗ്രഹിക്കുക അത് ആഗ്രഹം പോലെയാണ് ശരിക്കും പറഞ്ഞത്. പ്രത്യാശപ്പെടുന്ന പോലെ ആണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആകുലതയാണെങ്കിൽ അതിന് വേണ്ട കാരണങ്ങൾ കോരി തരുന്നത്. ഇത് എത്ര തവണ കേട്ടാലുണ്ടല്ലോ, ഇന്ന് കേൾക്കുമ്പോൾ എനിക്ക് പുതിയതായിട്ട് തോന്നുന്നു. എന്താ വെച്ചാൽ ഇവിടെ നിക്കണെങ്കിൽ നമ്മൾ കേട്ട് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതൊക്കെ മറക്കും. എവറി മോർണിംഗ് നമ്മൾ ഇതുപോലെ സത്സംഗങ്ങളിലും കൂടുമ്പോ നമുക്ക് അന്നത്തെ ദിവസം ഫുള്ള് ഇതിനെ പറ്റിയുള്ള റിമൈൻഡർ ഉണ്ടാവും. പിന്നെ നമ്മൾ ചാർജ് ആയിരിക്കും.
അപ്പൊ രാവിലെ എണീച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. എന്തായാലും പ്രാർത്ഥന, സത്സംഗം, മെഡിറ്റേഷൻ ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ആ സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം. ഇതൊക്കെ പ്രാധാന്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നു. എന്തായാലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ഒരു വളരെ പഴയ പഴഞ്ചൊല്ലാണ്. ഈ പഴഞ്ചൊല്ലിനെ പറ്റി നമ്മൾ പഴഞ്ചൊല്ലുകളും പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് കുറേശ്ശെ മനസ്സിലായത് ഈ പഴഞ്ചൊല്ലുകളെല്ലാം ഇക്കോ സ്പിരിച്വാലിറ്റിയിൽ ഊന്നിയിട്ടുള്ളതാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളെ വെച്ചിട്ടാണ് പഴഞ്ചൊല്ലുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ആ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ പലയിടത്തും അത് നമ്മളെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് മോങ്ങാണ്ടിരിക്കുന്ന നായുടെ വീട്ടിലെ തേങ്ങ വീഴുകയുള്ളൂ എന്നുള്ളത്, അത് ഏറ്റവും ഇതായിട്ടുള്ള നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിന്റെ തന്നെ ഒരു ഉദാഹരണമാണ്. കാരണം ആ എന്തിനോ നമ്മള് ശ്രദ്ധ തിരിക്കുന്നു. ഇപ്പൊ മോങ്ങാനാണ് വ്യാകുലതകൾ വന്നു, അത് മോങ്ങാനാണ് ശ്രദ്ധ തിരിക്കുന്നെങ്കിൽ അതിനോട് ആ വ്യാകുലതകൾ കൂടുതലായിട്ട് വന്നിട്ട് മോങ്ങല് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ എല്ലാം കാണേണ്ടത്. നമ്മൾ ഏത് വൈബ്രേഷൻ ആണോ പ്രകൃതിക്ക് കൊടുക്കുന്നത് ആ വൈബ്രേഷനനുസരിച്ചിട്ടുള്ള അത് കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, അതിൽ കൂടുതൽ ഊർജത്തോടുകൂടി നമ്മൾ എത്തിച്ചേരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ നേരിടാൻ കഴിയുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശക്തി കൂട്ടാതിരിക്കുക, അതിനെ കടത്തിവിടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ അതിനെ കടത്തി വിടുക എന്ന് പറയുന്നത്. അത് വരുന്നത് നമ്മളിലൂടെ വരുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സംഭവം, ഇൻസിഡന്റ് എന്തെങ്കിലും ആയിട്ട് അത് നമ്മളിലൂടെ കടന്നു പോകാനുള്ളതാണ്. പ്രകൃതിയിൽ അത് പലതും പല സമയത്തും ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അൺഡിസൈഡ് ആയിട്ട് വരുന്നത് നമ്മൾ ഏതായാലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. പക്ഷെ അൺഡിസൈഡ് ആയിട്ട് വരുന്നുണ്ടതിന് നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അതും കടന്നു പോകട്ടെ എന്നുള്ളൊരു രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ വ്യാകുലതകൾ കൂടുന്നു, അതുപോലെ തന്നെ അത് കൂടുതൽ വ്യാകുലതകളെ അട്രാക്ട് ചെയ്യുന്നു, അത് അതിന്റെ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വളരെ വലിയ പാഠമാണ്. ഇതുപോലുള്ള പല പഴഞ്ചൊല്ലുകളുണ്ട്, നമ്മൾ എടുത്ത് തുടങ്ങി ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ എക്കോ സ്പിരിച്വൽ ഇതായിട്ട് തന്നെ അതിന്റെ ആ ഒരു ആംഗിളിലൂടെ നമ്മൾ അതിനെ കാണണം, പഴഞ്ചൊല്ലുകളെ. താങ്ക് യു. നന്ദി ചേട്ടാ. മാളു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ഈ പറഞ്ഞതുപോലെ ഒരു പഴഞ്ചൊല്ലിനെ അങ്ങനെ ഉറപ്പിക്കുന്ന തരത്തിലാണ്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴും എന്നുള്ളതാണ് പഴഞ്ചൊല്ല്. എന്നാൽ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിലേ തേങ്ങ വീഴുള്ളൂ എന്ന് നമ്മൾ അതിനെ ഒരല്പം മാറ്റം വരുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് വളരെ വലിയൊരു സത്യമാണ്. ഏട്ടൻ പറഞ്ഞതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അത് തന്നെയാണ് പ്രകൃതിയിൽ നമുക്ക് തിരികെ ലഭിക്കുന്നതെന്നുള്ളത്. അപ്പോ നമ്മുടെ വ്യാകുലതകളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതിയിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അത്തരമൊരു പശ്ചാത്തലം എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നുള്ളതാണ്. അതിൽ നമുക്ക് ഒളിമ്പസിന്റെ പാഠങ്ങളിൽ എപ്പോഴും ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു അറിവ്. അപ്പോ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എല്ലാം നമ്മുടെ ഒരു ധർമ്മത്തിലേക്കുള്ള വെപ്പായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനായിട്ട് ഒരു പാഠമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന സമയത്ത് തീർച്ചയായും ആ ലഭിച്ച അനുഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത്, ആ ഒരു അറിവിന് മാത്രമേ നമുക്ക് അത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാം അത്തരത്തിൽ പാഠമായി നമ്മൾ മനസ്സിലാക്കി അതിനെ കടത്തി വിടുക എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെല്ലാം ഉപരിവ്യവസ്ഥ, അതായത് നമ്മുടെ മുകളിലുള്ള പ്രകൃതി നമുക്ക് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ നയിക്കുന്നതിലേക്കായിട്ടുള്ള വഴിയാണ്. ആ വഴി അതാണെന്ന് മനസ്സിലാക്കി അത്തരത്തില് നമ്മള് ഉൾക്കൊണ്ടുകൊണ്ട്
ആ ലഭിച്ചതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലമായിരിക്കും നമുക്ക് ജീവിക്കാനായിട്ട് ലഭിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അറിവ് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പശ്ചാത്തലം തീരുമാനിക്കുന്നത് നമ്മുടെ ഇത്തരമുള്ള ചിന്തകളും വ്യാകുലതകളും ആകുലതകളും ഒക്കെയാണ്. അപ്പൊ ആ പശ്ചാത്തലം, നമ്മുടെ ചിന്തയുടെ പശ്ചാത്തലം ഏത് രീതിയിലാകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും നമുക്കുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമ്മളെ ഇന്ന് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസ. നന്ദി, നമസ്കാരം. നമസ്കാരം. അപ്പോ ഒരു കാര്യം ചേർത്ത് പറയാനുള്ളത്, ഈ അതിജീവിക്കാനുള്ള, ശിവനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു നെഗേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് പോസിറ്റീവേഷൻ. നമുക്കറിയാം, നമ്മൾ ഇതില് മിക്കവാറും പേര് അതിന്റെ പ്രാക്ടീസുകൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോ ആ ഈ പോസിറ്റീവേഷൻ ഇൻഡെക്സ് എന്നുള്ള ആ ഒരു കാര്യം, പോസിറ്റീവേഷൻ ഇൻഡെക്സ് എന്താണ്, അതിനനുസരിച്ചാണ് നമുക്ക് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. പോസിറ്റീവേഷൻ ഇൻഡെക്സ് എന്നുള്ള സംഭവം കുറവാണെങ്കിൽ, ന്യൂട്രൽ ആണെങ്കിൽ, അതായത് 0 ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ആ സംഭവത്തെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അനുഭവിക്കുന്നവർ ഇപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും എല്ലാം ഈശ്വരൻ തരുന്നതെന്ന് അനുഭവിച്ചു പോകുന്ന ഒരു മതരീതിയുണ്ട്. ആ മതരീതിയിലൂടെ പോവുകയാണെങ്കിൽ അത് ആ ഭാഗം അങ്ങ് കടന്നു പോകും. പോസിറ്റീവേഷൻ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ, അത് പ്രകൃതി എനിക്ക് നൽകിയ പാഠമാണ്, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കുന്നു, അത് കൂടുതൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും പോസിറ്റീവേഷൻ ഇൻഡെക്സ് കൂടുതലുള്ളത്. ന്യൂട്രൽ ആയിട്ടുള്ളവർ ആ 0-യിൽ അവിടെ നിൽക്കും, അത് ഈശ്വരൻ തരുന്നതാണെന്ന് കരുതും, അതിനെ അനുഭവിക്കുകയും ചെയ്യും. ഇൻഡെക്സ് 0 ആണെങ്കിൽ, അല്ല 0 അല്ല, അതിനും താഴെയാണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ അവരാണ് ഈ മറ്റേ മോങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉറപ്പാണ് അടുത്ത പരിപാടി, അടുത്ത ആക്ടിവിറ്റിക്ക് ഉള്ള ക്ഷണമാണ്. പ്രകൃതി ആവശ്യത്തിന് കൊടുക്കും. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പോസിറ്റീവേഷൻ ഇൻഡെക്സ് എന്തെന്നുള്ളത് ഒന്ന് വായിക്കുക, ഒന്ന് സ്വയം പരിശോധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാത സത്സംഗം സുഭാഷിതം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോ ഔദ്യോഗികമായിട്ട് നമ്മൾ ഈ പരിപാടി അവസാനിക്കുന്നു. ഇനി അനൗദ്യോഗികമായിട്ടുള്ള പരിപാടി നമുക്ക് തുടരാം.